ഹരി ഓം. ഇന്ന് 2026 ജൂൺ 1. പഠിച്ചവരുടെയും പഠിക്കാത്തവരുടെയും മനസ്സിൽ ഈ ജൂൺ 1 എന്നത് കല്ലിൽ കൊത്തിയ വർണ്ണങ്ങൾ പോലെ പതിഞ്ഞിരിക്കും. ഗൃഹസ്ഥനും ആശ്രമവാസിക്കും സന്യാസിക്കും സേവകർക്കും ശുദ്ധാത്മാക്കൾക്കും സർവർക്കും ജൂൺ 1 ഒരു അപൂർവവും അമൂല്യവും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതുമായ ഒരു ദിവസമാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കുട്ടികളെല്ലാം എഴുന്നേറ്റ് പല്ല് തേച്ച് കക്കൂസിലെല്ലാം പോയി കഴിഞ്ഞ് കുളിച്ച് വിദ്യയുടെ ആരംഭത്തിന് വേണ്ടി ജീവിതത്തെ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ദിവസം. അച്ഛനമ്മമാരും ജ്യേഷ്ഠാനിയന്മാരും അവരെ അതിനു വേണ്ടി സജ്ജമാക്കുന്ന ഒരു പ്രത്യേക സമയം. ഇതാണ് ജൂൺ 1. അവർ പഠിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ ഉടനെ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ജപിച്ച് വലത്തോട്ട് തിരിഞ്ഞ് ഭൂമിദേവിയെ തൊട്ട് നെറുകളിലും മനസ്സിലും സൂക്ഷിച്ച് ഇതിൻ്റെ ചൈതന്യത്തെ തന്നിൽ ആവാഹിച്ച് ഒരു ദിവസം പുതുതായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കുളിമുറിയിൽ പോയി കുളിച്ച് ജപധ്യാനത്തിലേക്ക് തയ്യാറാവും. അങ്ങനെയാണ് ഓരോ വിദ്യാർത്ഥിയും വിദ്യ അഭ്യസിക്കാൻ തയ്യാറെടുക്കേണ്ടത് എന്നതാണ് നമ്മുടെ സംസ്കാരം. യാ കുന്തേതു തുഷാരഹാരധവള യാ ശുഭ്ര വസ്ത്രാവൃത യാ വീണ വരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രകൃതിമിർദേവൈ സദാപൂജിത സാമാം പാതു സരസ്വതി ഭഗവതി നിശ്ശേഷജാപക എന്ന സരസ്വതി ധ്യാന ശ്ലോകം ജപിച്ച് അഗ്നിഹോത്രാദി കർമ്മങ്ങളും ജപ അനുഷ്ഠാന ആചാരനിഷ്ഠകളും പാലിക്കുന്ന അതെല്ലാം കഴിഞ്ഞ് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വളരെ ശ്രേഷ്ഠവും ഉത്തമവുമായ ഒരു ദിവസം. LKG തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ എന്നുദ്ദേശിക്കുന്ന PG, അത് കഴിഞ്ഞുള്ള PhD വരെയുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും മിക്കവാറും ജൂൺ മാസം ഒരു ശ്രേഷ്ഠ മാസം, ഒരു തയ്യാറെടുപ്പിൻ്റെ മാസം, ഒരു ഒരുങ്ങലിൻ്റെ മാസം അതായിട്ടാണ് വരാ. അപ്പോൾ അച്ഛനും അമ്മമാരും വിദ്യാർത്ഥികളെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന പ്രത്യേക ശ്രേഷ്ഠ മുഹൂർത്തം എന്നാണ് ജൂണിനെ നമുക്ക് പ്രത്യേകമായിട്ട് പറയുമ്പോൾ പറയേണ്ടത്. അച്ഛനെ കാണണം, മുന്നിൽ അമ്മയെ തൊഴുതിയിടണം എന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യയുടെ ശ്രേഷ്ഠഭാവത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ചൈതന്യ രഹസ്യം. പലരും ഇന്ന് ഇതൊന്നും പാലിക്കുന്നില്ലെങ്കിലും ഞങ്ങളൊക്കെ വിദ്യ അഭ്യസിച്ചിരുന്ന കാലത്ത് അച്ഛനെയും അമ്മയെയും അവരുടെ പാദങ്ങൾ തൊട്ടു വണങ്ങി നമസ്കരിച്ചായിരുന്നു ആദ്യ വിദ്യാഭ്യാസത്തിൻ്റെ, കലാലയത്തിൻ്റെ, സ്കൂളിൻ്റെ പടി കയറാൻ വേണ്ടി പുറപ്പെട്ടിരുന്നത്. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് കാൽക്കുടയും പിടിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്. ഇന്നത്തെ രീതിയിൽ അതിൽ നിന്ന് എത്രയോ വ്യത്യാസം വന്നു. ഇന്ന് കുട്ടികൾക്ക് നടക്കാൻ വയ്യ, സമയമില്ല, ആരോഗ്യം അനുകൂലമല്ല. അവർ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ശരീരത്തെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാതെ പ്രത്യേകമായിട്ട് ഏവരും ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞാലും കിടന്നുറങ്ങി സ്കൂളിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് എഴുന്നേറ്റ് കുളിക്കുക പോലും പല്ല് തേക്കുക പോലും ചെയ്യാതെ സ്കൂളിൽ പോകുന്ന സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സരസ്വതി ദേവിയെ, വിദ്യയുടെ ആശ്രമമായ സ്കൂളിനെ ഇങ്ങനെ സമീപിക്കാവൂ എന്ന് എല്ലാ അച്ഛനമ്മമാരും
സ്വന്തം മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട സമയവും കാലവുമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികൾക്കും വിദ്യ അഭ്യസിക്കുക എന്നൊരവസ്ഥയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ഇന്ന് മദ്യത്തിനും കഞ്ചാവിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമകളായി തീരുന്നതിൻ്റെ രഹസ്യം. പഴയ കാലങ്ങളിൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുമ്പോൾ വിദ്യാദേവതയെ രസിക്കുകയും ഛന്ദസ്സുകളും ധ്യാന ശ്ലോകങ്ങളും ജപിച്ച് ബീജാക്ഷരങ്ങളും ബീജമന്ത്രങ്ങളും ജപിച്ച് സർവവിദ്യാമന്ത്രം പോലെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് ഏവരും വിദ്യ എന്ന സരസ്വതി ഭാവത്തെ തന്നിലേക്ക് സ്വാംശീകരിക്കാൻ വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് തയ്യാറാവുന്ന ഒരു കാലം നമ്മൾ ഇന്ന് പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കാനും കടങ്കഥകളായിട്ട് പറയാനും എന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഏതു കുട്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സരസ്വതി ധ്യാന ശ്ലോകം അത് ജപിച്ചിട്ട് വേണം. വെള്ളപ്പടുമ്പു നിറമൊത്ത വിദഗ്ധരൂപി കള്ളങ്കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്ക് എന്നുള്ളത്തിൽ വന്നു വിളയാടും സരസ്വതീനി എന്ന സരസ്വതീ ധ്യാന ശ്ലോകവും ഇതെല്ലാം സർവവിദ്യാമന്ത്രം പോലെയുള്ള മന്ത്രങ്ങളും ജപിച്ച് അതിൻ്റെ ഋഷിയെയും ഛന്ദസ്സിനെയും ദേവതയെയും സ്മരിച്ച് ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിലൂടെ പോകുമ്പോൾ ഒരു വിദ്യാർത്ഥിയും പരാജയത്തിൻ്റെ കയ്പ് നീർ നുണയേണ്ടി വരിക എന്നത് അതിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാണ്. എല്ലാവരും വിദ്യയെ പുണരാൻ വേണ്ടി, വിദ്യയെ സ്വാംശീകരിക്കാൻ വേണ്ടി, വിദ്യ ആർജിക്കാൻ വേണ്ടി സരസ്വതി കലാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ശ്രേഷ്ഠ സമയം. അതാണ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ജൂൺ 1. ഈ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യ അഭ്യസിക്കുന്ന ഏവരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഈ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈലിലും നോക്കിയിരുന്ന് 10 മണി ആവുമ്പോഴേക്കും ഉറങ്ങുക എന്ന ഒരു ശീലം ശ്രദ്ധിക്കണം. രാവിലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ 4:30 മണിക്ക് എങ്കിലും ഉണരണം. ഒരു 10 മണി 10:30 മണിക്ക് ഉറങ്ങുന്ന കുട്ടിക്ക് സുഖമായിട്ട് 4:30 മണിക്ക് ഉണരാൻ കഴിയും. അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സഹായത്തോടു കൂടി, മൊബൈലിൻ്റെ സഹായത്തോടു കൂടി, വാച്ചിൻ്റെ ക്ലോക്കിൻ്റെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് 4:30 മണിക്ക് ഉണരാൻ കഴിയും. ഇന്ന് എല്ലാ ടെക്നോളജിയും മോഡേണായ ഒരു കാലമാണ്. ഈ കാലത്ത് ഇതിന് പ്രയാസങ്ങളില്ല. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അത് അനുവർത്തിക്കുക, അത്രയേ അതിന് ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വേണം വിദ്യാ ദേവതയെ സമീപിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥി പരാജയം അറിയണ്ട, ഉന്നത വിദ്യാഭ്യാസം അവനെ തേടി വരും. അവിടേക്ക് വിദ്യാദേവതയും അവസരങ്ങളും ശ്രേയസ്കരമായ ഭാവങ്ങളും ശുദ്ധവിദ്യാ തത്വങ്ങളും അന്വേഷിച്ചെത്തി അവൻ്റെ പാദനമസ്കാരം ചെയ്യാൻ തയ്യാറായി നിൽക്കും. പൂർവം വിദ്യാദേവത വ്യക്തിയെ അന്വേഷിച്ചു വരുമായിരുന്നു. വ്യാസൻ മഹാഭാരതം വിഘ്നേശ്വരനായ ഗണപതിയെ കൊണ്ടാണ് എഴുതിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടതായ കാര്യം വ്യാസഭാവത്തിൽ ഗണപതി എന്ന വിഘ്നേശ്വരൻ ഈ സമ്പ്രദായങ്ങൾ കാലത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പകർത്താൻ സദാ തയ്യാറാണ് എന്നതാണ്. സർവർക്കും നല്ലൊരു അധ്യയന വർഷം നേരുന്നു. ഹരി ഓം.